ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മത്സരാർത്ഥിയുടെ മാരകമായ ഗെയിമിന്റെ ഒരു എവല്യൂഷനാണ്. ഏറ്റവും വെറുക്കപ്പെട്ടവനിൽ നിന്നും 4 സ്റ്റാർ പെർഫോമൻസ് സ്റ്റാർസ് നേടിയ മത്സരാർത്ഥിയിലേക്കുള്ള ഒരു എവല്യൂഷൻ. അത് 2 ആഴ്ചത്തെ ഒരു യാത്രയാണ്. ഇങ്ങനെ ഒരു പിന്തുണ അനീഷിന് ഹൗസിനകത്ത് നിന്ന് ലഭിക്കാനുള്ള ഒരു കാരണം പുള്ളി കുറെ കൂടി ഒരു സോഷ്യലായി എന്നുള്ളതാണ്. എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാനും മിണ്ടാനും സഹകരിക്കാനും ഒക്കെ അനീഷ് തയ്യാറായി ഈ കഴിഞ്ഞ ആഴ്ച. മറ്റേ ചൊറിയൻ ഗെയിം ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട് എങ്കിലും ഈ രീതിയിൽ ഹൗസിനകത്ത് അനീഷ് ഒരു പിന്തുണ ഉണ്ടാക്കിയെടുത്തു. കലാഭവൻ സരിക പറഞ്ഞത് അനീഷ് ഗ്രഡ്ജസ് വെക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണെന്നാണ്. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി അതൊക്കെ അവിടെ തന്നെ തീർപ്പാക്കി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. രേണുസുതി പറഞ്ഞത് ജയിൽ ടാസ്കില് രേണുവിനെ നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു എന്നാണ്. അനുമോള് പറഞ്ഞത് അനീഷ് ആര് തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ബയസ്ഡ് അല്ലാത്ത രീതിയിൽ ആരെയും ഭാഗം ചേരാതെ ഉള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയും എന്നാണ്. ആദില നൂറ എന്നിവരിൽ നിന്ന് നൂറ പ്രശംസിച്ചത് അവസാനത്തെ ടാസ്കിലെ അനീഷിന്റെ ആ ഒരു പെർഫോമൻസിനെയാണ്. ആ ഒരു പോരാട്ട വീര്യത്തെയാണ് നൂറ അപ്രിഷിയേറ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച പരാതിപ്പെട്ടികൾ 2 ആക്കി മാറ്റേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു നമ്മുടെ ബിഗ് ബോസിന്. കംപ്ലൈൻസ് അബൌട്ട് അനീഷ് ആൻഡ് കംപ്ലൈൻസ് അബൌട്ട് അതേഴ്സ്. അപ്പോൾ കംപ്ലൈൻസ് അബൌട്ട് അനീഷ് എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒത്തിരി പ്രോഗ്രസ് വന്നിട്ടുണ്ട് അനീഷിന്റെ അകത്തുള്ള സഹമത്സരാർത്ഥികളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻസിന്റെ കാര്യത്തിൽ ഈ ആഴ്ച. അങ്ങനെ എല്ലാ രീതിയിലും അനീഷ് എന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു എവല്യൂഷൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.